സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണറുടെ നിർദ്ദേശം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും പരിഗണിക്കും. സെനറ്റ് നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ചാൻസലറും കേരള സർവകലാശാലയും ഇന്ന് വിശദീകരണം നൽകിയേക്കും. കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടാൻ നിർദ്ദേശിക്കണമെന്നാണ് പൊതുതാൽപര്യ ഹർജിയിലെ ആവശ്യം. സംസ്ഥാനത്തെ മിക്ക സർവകലാശാലകളിലും താൽക്കാലിക വിസിമാരാണ് ചുമതല വഹിക്കുന്നത്. ഇത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്ന് ഹർജിയിൽ പറയുന്നു. വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ സർക്കാർ പ്രതിനിധികളെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിനിധികളെ സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. നിയമ സർവകലാശാലയായ നുവാൽസിന്റെ വിസി നിയമനത്തിന് ബാർ കൗൺസിലും പ്രതിനിധിയെ നൽകിയിട്ടില്ല. താൽക്കാലിക വിസിമാർ ചുമതലയിൽ തുടരാനായി സർക്കാർ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നുമാണ് ഹർജിയിലെ ആക്ഷേപം. സാമ്പത്തിക വിദഗ്ധയും യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രൊഫസറുമായ ഡോക്ടർ മേരി ജോർജ് നൽകിയ ഹർജി ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. കേരള സർവകലാശാല സെനറ്റിലേക്ക് വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള 4 വിദ്യാർത്ഥി പ്രതിനിധികളുടെ നിയമന നിർദ്ദേശം ചോദ്യം ചെയ്ത് SFI നൽകിയ ഹർജിയാണ് മറ്റൊന്ന്. 4 സെനറ്റ് അംഗങ്ങളെ നിയമിച്ച ചാൻസലറുടെ നടപടിക്ക് നിലവിൽ സ്റ്റേയുണ്ട്. ഹർജിയിൽ ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ചാൻസലർ കൂടിയായ ഗവർണറോട് വിശദീകരണവും തേടിയിട്ടുണ്ട്. ചാൻസലറും കേരള സർവകലാശാലയും ഹർജിയിൽ ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും. റിപ്പോർട്ടർ, കൊച്ചി.